ആർഎസ്പിയുടെ ശക്തി കേന്ദ്രമായ ചവറയിലെ നീണ്ടകര പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് ലഭിച്ച സ്വീകരണം UDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. RSP ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന S ചന്ദ്രൻ, നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റും 40 വർഷത്തോളമായി RSP നീണ്ടകര ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന ശ്രീ ആന്റപ്പൻ എന്നിവർ ചേർന്ന് LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് നീണ്ടകര പഞ്ചായത്തിൽ നൽകിയ സ്വീകരണമാണ് UDFനെ ഞെട്ടിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന തങ്ങളെ കൊണ്ട് UDFന് ജയ് വിളിപ്പിക്കാൻ ശ്രമിച്ചത് NK പ്രേമചന്ദ്രന്റെ അധികാര ദുർമോഹം മൂലമാണെന്നും RSPയുടെ പരമാധികാരി താനാണെന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്താൻ പിന്നണിയിൽ പ്രവർത്തിച്ച പ്രേമചന്ദ്രന്റെ ചെയ്തികളുടെ പാപഭാരം ചുമക്കാൻ നീണ്ടകരയിലെ സാധാരണക്കാരായ RSP പ്രവർത്തകർക്ക് കഴിയില്ലെന്നും അതിനാലാണ് 200ഓളം പ്രവർത്തകരും 100ഓളം കുടുംബാംഗങ്ങളും അടക്കം LDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും ശ്രീ S ചന്ദ്രൻ മലയാളി വാർത്തയോട് പറഞ്ഞു. MP സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് തന്നെ സഹോ പ്രേമേന്ദ്രൻ രാജ്യസഭാ മെമ്പറായി ഇരിക്കുമ്പോൾ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് 37 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ യൂണിയനിൽ നിന്ന് പ്രവർത്തിച്ച RSP എന്ന പ്രസ്ഥാനത്തെ വലതുപക്ഷ കൂടാരത്തിൽ കൊണ്ട് കെട്ടിയത് സഹോ പ്രേമേന്ദ്രൻ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ സ്ഥിതി എന്താ? ഇന്നിപ്പോൾ സ്ഥിതി എന്ന് പറയുന്നത് 6 MLA-മാരും 2 MP-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാ വിവിധ പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സ്ഥാനമടക്കം ഒന്നുമില്ലാതെ വട്ടപൂജ്യമായിരിക്കുന്ന സ്ഥിതിയിൽ കൊണ്ടെത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം സഖാവ് പ്രേമേന്ദ്രനാണ്. ഇടതുപക്ഷ ഇപ്പോഴും അതിൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 2 പേരൂടെ ചേർന്ന് അധികാരം പങ്കിട്ടുകൊണ്ട് ഒരാൾക്ക് MP-യും ഒരാൾക്ക് MLA-യുമായി നിന്നു പോകാമെന്നുള്ള അന്ധമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ വലതുപക്ഷ പാളയത്തിൽ കൊണ്ട് കെട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് ഷിബു ബേബി ജോൺ അടക്കം ചവറയിൽ തോക്കാനുണ്ടായ സാഹചര്യം. അതിൻ്റെ ഉത്തരവാദി സഖാവ് പ്രേമേന്ദ്രനാണ്. എനിക്ക് വ്യക്തമായി സഖാവ് പ്രേമേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി അറിയാം സഖാവ് ഷിബു ബേബി ജോണിനെ തോൽപ്പിച്ചതും ഈ സഖാവ് പ്രേമേന്ദ്രനാണ്. അടിസ്ഥാനപരമായ കാരണം ഈ പാർട്ടി കൈയടക്കാനുള്ള വ്യഗ്രത അന്ന് തുടങ്ങി. ഈ പാർട്ടിയിൽ ബേബി ജോണാകാൻ ഈ പാർട്ടിയുടെ അധികാരി ഞാനാണെന്ന് വരുത്തി തീർക്കുവാനുള്ള പരിശ്രമം സഖാവ് പ്രേമേന്ദ്രൻ അന്ന് മുതലേ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് ഷിബു ബേബി ജോൺ അടക്കം തോക്കാനുണ്ടായ സാഹചര്യം. ഇപ്പോഴത്തെ സ്ഥിതി അവർ 2 പേരും കൂടെ തമ്മിൽ മത്സരിച്ച് ഇപ്പോൾ ഒരുമിച്ചൊക്കെ വോട്ട് പിടിക്കാനും പ്രസംഗിക്കുവാനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ളിൽ തട്ടിയ വികാരം ഈ പാർട്ടി എൻ്റേതാക്കി മാറ്റണമെന്നുള്ള താല്പര്യപൂർവ്വമുള്ള പരിശ്രമവുമായിട്ടാണ് സഖാവ് പ്രേമേന്ദ്രൻ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ പാവഭാരം ചുമന്നിക്കുന്ന ഒത്തിരി ആളുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഒട്ടനവധി പേർ ചവറ നിയോജകമണ്ഡലത്തിൽ ഉടനീളമുള്ള ചെറുപ്പക്കാർ ഒട്ടനവധി നീണ്ടകര തന്നെ ഒട്ടനവധി കുടുംബങ്ങൾ 100 കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് നിന്നുകൊണ്ട് സഖാവ് KN ബാലഗോപാലിനുമായിട്ടുള്ള പ്രചരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് നീണ്ടകരയിൽ മാത്രമല്ല, ചവറ നിയോജകമണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും RSPയുടെ ഇത്തരം RSP നേതൃത്വത്തിൻ്റെ ഇത്തരം സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തിലും എല്ലാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും എടുത്ത് പരിശോധിച്ചാൽ ഒരു ഉദാഹരണത്തിന് ശശിധരൻ പിള്ള RSPയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. തെക്കുമ്പോൾ അദ്ദേഹം BJP-യിലേക്ക് പോയിരിക്കുന്നു. തേവലക്കരയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്ന് സജീവമായി പ്രവർത്തനം തുടങ്ങി. അങ്ങനെ എല്ലാ പഞ്ചായത്തിലെയും ഉത്തരവാദിത്തപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർമാരും അടക്കമുള്ളവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിച്ചു കൊണ്ടിരുന്നവരൊക്കെ തന്നെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് KN ബാലഗോപാലിനെ ജയിപ്പിക്കുവാനുള്ള പ്രവർത്തനവുമായി ശക്തമായി മുൻനിരയിൽ വന്നിരിക്കുകയാണ്. RSP ഇടതുമുന്നണി വിട്ട ശേഷം കൊല്ലം ജില്ലയിലെ 68 ഗ്രാമപഞ്ചായത്തുകളിൽ 61 എണ്ണവും നേടാനായത് മുതൽ കൊല്ലം കോർപ്പറേഷനും ജില്ലയിലെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളടക്കം ഇടതു ഭരണത്തിന് കീഴിലായതും ജില്ലയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലവും പിടിച്ചെടുക്കാനായതും CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ KN ബാലഗോപാലിനെ പോലെ മികവുറ്റൊരു നേതാവിന്റെ പ്രവർത്തന മികവാണെന്നും ചന്ദ്രൻ വ്യക്തമാക്കി. രാജ്യസഭാംഗം എന്ന നിലയിൽ കൊല്ലം ജില്ലയിൽ KN ബാലഗോപാൽ നടത്തിയ മികച്ച പ്രകടനം തുടർന്നും ലഭ്യമാക്കാൻ നീണ്ടകരയിലെ മുൻ RSP പ്രവർത്തകർ ശക്തമായി പ്രവർത്തിക്കുമെന്ന് ലോക്കൽ സെക്രട്ടറിയായിരുന്ന ശ്രീ ആന്റപ്പനും മലയാളി വാർത്തയോട് പറഞ്ഞു. നീണ്ടകരയിൽ നിന്ന് ആരംഭിച്ച പ്രചരണം ദളവാപുരം വഴി തെക്കും ഭാഗത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുമ്പോൾ എല്ലാറ്റിനും പിന്തുണയുമായി ചവറ MLA ശ്രീ വിജയൻ പിള്ളയും ബാലഗോപാലിനൊപ്പമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.